ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഗിനേഴ്സ് ഇലക്ട്രോണിക്സ് ലാബ്. എൻ്റെ പേര് മിഥുൻ. നമ്മുടെ നാട്ടിൽ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആളുകൾ ധാരാളമുണ്ട് അല്ലേ? കേടായ ടോയ് കാറുകൾ അഴിച്ചു പണിയാനും വീട്ടിലെ കേടായ ഉപകരണങ്ങൾ അഴിച്ചു നോക്കാനും അതുപോലെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾക്കകത്ത് എന്താണെന്നറിയാനായി അവ അഴിച്ചു നോക്കി കേടാക്കാനും ഒക്കെ നമുക്ക് നല്ല താല്പര്യമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തയും കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളിൽ പലരും നാട്ടിലെ മെക്കാനിക്കായാണ് അറിയപ്പെടുന്നത് തന്നെ. ചിലർ ഇവൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നോർത്ത് വണ്ടർ അടിച്ചിട്ടുണ്ടാവും. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് പഠിക്കുക, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇലക്ട്രോണിക്സ് പഠിക്കാനും ഇലക്ട്രോണിക്സിൽ ഹോബി പ്രൊജക്റ്റുകൾ ചെയ്യാനും അതുപോലെ ഇലക്ട്രോണിക്സിനെ ഒരു പ്രൊഫഷനായി കൊണ്ടുപോകാനും താല്പര്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാന കാര്യം, ഏറ്റവും നല്ല മാർഗം ഇവ ചെയ്ത് പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ പ്രൊജക്റ്റുകളിലൂടെ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ഈ ചെറിയ പ്രോജക്റ്റ് എന്ന്? ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈൻ ഫോളോവിങ് റോബോട്ട്, ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് റോബോട്ട്, വാട്ടർ ലെവൽ കൺട്രോളർ, ഇവയൊക്കെയാണ് ചെറിയ പ്രോജക്റ്റുകൾ എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ പ്രോജക്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക്സിൽ ഒരു ബേസിക് നോളജ് ഉള്ളവർക്കും അല്ലെങ്കിൽ നോളജ് ഒട്ടും തന്നെ ഇല്ലാത്തവർക്കും പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നവയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവരെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ എല്ലാ പ്രൊഫഷണൽ കോഴ്സിൻ്റെയും അവസാന വർഷം അവരുടെ കുട്ടികളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ കൊണ്ട് അവരുടെ തന്നെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഈ കുട്ടികളിൽ മിക്കവർക്കും ഈ ഇത്തരത്തിലുള്ള ഈ പ്രോജക്റ്റുകളൊന്നും സ്വയം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നതാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ സിലബസിൽ കാലാനുസൃതമായി വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നതാണ്. എന്നാൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രൊജക്റ്റ് ചെയ്തു കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവ പ്രൊജക്ട് സെന്ററുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊജക്റ്റ് ചെയ്തു തരും, അതുപോലെ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്യും. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ടവയാണോ? അവ സ്വയം ചെയ്യേണ്ടതല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോ അല്ലെങ്കിൽ അധ്യാപകർക്ക് പോലുമോ ഈ പ്രൊജക്റ്റുകളൊക്കെ കുട്ടികൾ സ്വയം ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധ്യവുമില്ല. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതോടൊപ്പം പറയാനുള്ളത്, ഈ ചാനൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇലക്ട്രോണിക്സിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിലെ വീഡിയോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു പ്രൊജക്റ്റ് വെറുതെ ചെയ്ത് കാണിക്കുക അല്ല ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആണ് നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്, ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് എവിടുന്ന് വാങ്ങിക്കാം, ഇതിനൊക്കെ എത്ര വിലയാകും, എങ്ങനെ അസംബിൾ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.